ഡിക്ഷണറീസ്. എന്താണ് ഡിക്ഷണറീസ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് ഡിക്ഷണറീസ് യൂസ് ചെയ്യേണ്ടി വരിക, എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാച്ചിലെ കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട്, അവരുടെ പേരും ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ ഏത് ഡാറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക? നമ്മൾ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ടപ്പിൾ ഉണ്ട്, സെറ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ രജിസ്റ്റർ നമ്പറും അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പേരും കൂടി ഒരുമിച്ച് വേണം എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ലിസ്റ്റിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാം, ഒരു നെസ്റ്റഡ് ലിസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഓരോ കുട്ടി ലിസ്റ്റ് വെച്ചിട്ട് ഓരോ കുട്ടി ലിസ്റ്റിലും ഓരോരുത്തരുടെ രജിസ്റ്റർ നമ്പറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരും വെച്ച് എനിക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റത്തെ ആളുടെ രജിസ്റ്റർ നമ്പറും പേരും ഉണ്ട് ഇവിടെ, രണ്ടാമത്തെ ആളുടെ രജിസ്റ്റർ നമ്പറും പേരും, അങ്ങനെ എനിക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കാരണം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 3 ആളുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ളൂ. ഒരു ബാച്ചിൽ എന്ന് പറയുമ്പോൾ 10-200 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു രജിസ്റ്റർ നമ്പർ പെട്ടെന്ന് എന്നോട് പറയണം MS15103 എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ലിസ്റ്റിൽ നോക്കി കണ്ടെത്താമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ തപ്പി നടക്കണം. പിന്നെ മാത്രമല്ല, ഇപ്പം ജസ്റ്റ് പേരും രജിസ്റ്റർ നമ്പറിനും പകരം അയാൾക്ക് എത്ര വയസ്സായി അല്ലെങ്കിൽ അയാളുടെ മേജർ സബ്ജക്റ്റ് ഏതാണെന്നും കൂടി എൻ്റെ ഡാറ്റയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ നെസ്റ്റഡ് ലിസ്റ്റ് ഒന്നും കൂടി വലുതായി. ഓരോ കുട്ടി ലിസ്റ്റിലും അയാളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട്, പേരുണ്ട്, വയസ്സുണ്ട്, അയാളുടെ മേജർ സബ്ജക്റ്റ് ഏതാണെന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 10-200 പേരുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു റോൾ നമ്പർ തന്നിട്ട് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ നമ്പർ തന്നിട്ട് എന്നോട് അയാളുടെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഡിക്ഷണറി വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഒരു ഡിക്ഷണറി കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരിക? നമ്മുടെ ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു ഡിക്ഷണറിയിൽ എന്താ ഉണ്ടാവുക? ഓരോ ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് അത് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മീനിങ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് പൈത്തണിലെ ഡിക്ഷണറി എന്ന് പറയുന്നത്. ഒരു കീ ഉണ്ടായിരിക്കും, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ ആണ് ഇവിടുത്തെ കീ, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഇവിടെ പേരുണ്ട്, വയസ്സ്, മേജർ സബ്ജക്റ്റ്, അങ്ങനെ. അപ്പോൾ ഞാൻ ഡെഫിനിഷൻ വായിക്കാം. എ ഡിക്ഷണറി ഇൻ പൈത്തൺ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് സ്റ്റോർസ് ആൻഡ് റിട്രൈവ്സ് ഡാറ്റ യൂസിങ് കീ വാല്യൂ പെയേഴ്സ്. പൈത്തണിൽ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കീ വാല്യൂ പെയേഴ്സിനെ സ്റ്റോർ ചെയ്യാനും പിന്നീട് റിട്രൈവ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ കീ എന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പർ, ബാക്കിയുള്ള വാല്യൂസാണ് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ കീസ് വിച്ച് ആർ യുണീക്ക് ആൻഡ് ഇമ്മ്യൂട്ടബിൾ. കീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് യുണീക്കായിരിക്കണം. അത് 2-3 ആൾക്ക് ഒരേ രജിസ്റ്റർ നമ്പർ ഉണ്ടാകാൻ പാടില്ല, ഒക്കെ യുണീക്കായിരിക്കണം. ആൻഡ് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ്? നമ്പേഴ്സ് ഉണ്ട്, സ്ട്രിങ്സ് ഉണ്ട്, ടപ്പിൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീസിൽ വരാൻ പറ്റുള്ളൂ. ഇറ്റ് സെർവ്സ് ആസ് എ ഐഡൻറ്റിഫയർ വൈൽ ദ വാല്യൂസ് റിപ്രസെൻറ്റ് ദ അസോസിയേറ്റഡ് ഇൻഫോർമേഷൻ ഓർ ഒബ്ജക്ട്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കീ ആണ് ഐഡൻറ്റിഫയർ ആയിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ട് വാല്യൂസും ഉണ്ട്. ഇത് യുണീക്ക് ആയിരിക്കണം, ഇമ്മ്യൂട്ടബിൾ ആയിരിക്കണം. ഏത്? കീസ്. ഡിക്ഷണറീസ് ആർ ഡിഫൈൻഡ് യൂസിങ് കേർലി ബ്രാക്കറ്റ്സ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് കോമ സെപ്പറേറ്റഡ് കീ വാല്യൂ പെയേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ സെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ കേർലി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിക്ഷണറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിക്ഷണറിയിലെ ഓരോ കീ വാല്യൂ പെയേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കോമ യൂസ് ചെയ്തുകൊണ്ടാണ്. കീൻ്റെയും വാല്യൂൻ്റെയും ഇടയിൽ ഒരു കോളൻ ഉണ്ടായിരിക്കും. ഓക്കെ. ദ വാല്യൂസ് ക്യാൻ ബി ഓഫ് എനി ഡാറ്റ ടൈപ്പ് ആൻഡ് ക്യാൻ ബി എയ്തർ ഇമ്മ്യൂട്ടബിൾ ഓർ മ്യൂട്ടബിൾ. നമ്മൾ പറഞ്ഞു കീസും ഇമ്മ്യൂട്ടബിൾ ആയിരിക്കണം എന്ന്, പക്ഷേ വാല്യൂസ് അങ്ങനെയൊന്നുമില്ല, ഏതോ ആവാം. റിട്രൈവിങ് വാല്യൂസ് ഫ്രം എ ഡിക്ഷണറി ഈസ് ഡൺ ബൈ റിഫറൻസിങ് ദെയർ കറസ്പോണ്ടിങ് കീസ്. ഇപ്പോൾ ലിസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വാല്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. എന്നാൽ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ അറിയെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇൻഡെക്സിങ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ കീ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അയാളുടെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡിക്ഷണറീസ് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. എന്നാൽ നമുക്ക് നോക്കാം, നമുക്കൊരു ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചും കൊണ്ട് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഡിക്ഷണറിക്ക് പേര് കൊടുക്കുകയാണ്, സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നായിക്കോട്ടെ. നമുക്കറിയാം ഡിക്ഷണറീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ തൽക്കാലം ഈ ഒരു ഡാറ്റ താഴോട്ടേക്ക് കോപ്പി ചെയ്യാണ്. ഇനി നമുക്കറിയാം ആദ്യം നമ്മുടെ കീ ടൈപ്പ് ചെയ്യണം. കീ ഫസ്റ്റ് ആളുടെ രജിസ്റ്റർ നമ്പറാണ്, അത് ഞാൻ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഒരു കോളൻ ആഡ് ചെയ്തുകൊണ്ട്
അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുന്നു. സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു കീ വാല്യൂ പെയർ ആണ്. ഇനി അടുത്ത കീ വാല്യൂ പെയർ എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കോമ ഇടണം. എന്നിട്ട് അടുത്ത ആളുടെ രജിസ്റ്റർ നമ്പർ എടുക്കുന്നു. അത് അടുത്ത കീ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അയാളുടെ പേര് പേസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് അടുത്ത കീ ഇടാം. കീ ഡു യു ലവ് മീ. ഒരു കോളിനിടുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുന്നു. ഇനി ഞാൻ സ്റ്റുഡൻസ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു ഡിക്ഷണറി കിട്ടിയിട്ടുണ്ട്. കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ നമ്മൾ കൊടുത്ത കീസ് ഉണ്ട്. കീസിൻ്റെ നേരെയായിട്ട് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ വാല്യൂസും വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഡിക്ഷണറി പോലെ തന്നെ ഒരു കീ ഉണ്ട്, അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂസും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡിക്ഷണറിയിൽ നിന്ന് വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ കീസിനെ യൂസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റുന്നു. ചെയ്ത് നോക്കാം നമുക്ക്. സ്റ്റുഡൻസ് എന്നാണ് നമ്മുടെ ഡിക്ഷണറിയുടെ പേര്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറയാണ് MS15162 എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്റർ നമ്പറിലുള്ള കീയിൽ എന്ത് വാല്യൂ ആണ് ഉള്ളതെന്ന് എനിക്കറിയണം. അപ്പോഴാ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കിട്ടി. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഞാൻ വീണ്ടും സ്റ്റുഡൻസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് MS15171 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട്. ആ കീയുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നെ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേസ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കീ എഴുതുന്നു കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ. എന്നിട്ട് കോളിനിട്ടിട്ട് വാല്യൂ അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂ എഴുതുന്നു. പിന്നെ ഓരോ കീ വാല്യൂ പേഴ്സിനെയും നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ വേരിയബിളിൻ്റെ പേര് കൊടുക്കുകയാണ് S എന്ന്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഡിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഡിക്ഷണറിയുടെ ഷോർട്ടായിട്ട് ഡിക്റ്റ് എന്ന്. എന്നിട്ട് പറയുകയാണ് A=1, B=, സ്ട്രിങ്, C= ഒരു നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് S ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. ഇതും എനിക്കൊരു ഡിക്ഷണറി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കേളി ബ്രാക്കറ്റ്സ് അല്ല യൂസ് ചെയ്തത്, പക്ഷേ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു ഡിക്ഷണറി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് നോക്കാം. ടൈപ്പ് ഓഫ് S ഡിക്ഷണറിയാണ്. കണ്ടോ? അപ്പോൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ഇത്. അങ്ങനെ ഇവിടെ നമ്മൾ ഓരോ കുട്ടികളുടെ രജിസ്റ്റർ നമ്പറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരും വെച്ചും കൊണ്ട് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. എന്നാൽ നമ്മൾ പറഞ്ഞു നമുക്ക് വെറും പേരും രജിസ്റ്റർ നമ്പറും മാത്രമല്ല ഉള്ളത്, അവരുടെ ബാക്കി ഡീറ്റെയിൽസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ആദ്യം തന്നെ ആ സെല്ല് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പുതുതായിട്ടൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൽ കീസ് എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ നമ്പറുകൾ തന്നെയാണ്. എന്നിട്ട് ഓരോ കീയുടെ നേരെയും അസോസിയേറ്റഡ് ആയിട്ട് എനിക്ക് ഇവിടെ 3 ഡാറ്റ വാല്യൂസ് ഉണ്ട്. അതായത് പേരുണ്ട്, വയസ്സുണ്ട്, മേജർ സബ്ജക്റ്റ് ഏതാണെന്നുള്ളതുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതൊരു ഡിക്ഷണറിയിലോട്ട് സ്റ്റോർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ വേരിയബിളിന് പേര് കൊടുക്കുകയാണ് MS15 എന്ന്. MS15 എന്ന് പറഞ്ഞാൽ ബാച്ചാണ്. ആ ബാച്ചിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇത്. ഓക്കെ. എന്നിട്ട് കേളി ബ്രാക്കറ്റ്സ് ഇടുന്നു. ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ഓരോ കീയും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂസും ആഡ് ചെയ്യണം. ഞാനിവിടേക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഫസ്റ്റത്തെ ആളെ കീ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു കോളനിടുന്നു. എന്നിട്ട് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഇതൊരു ലിസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം വാല്യൂസ് മ്യൂട്ടബിളോ ഇമ്മ്യൂട്ടബിളോ എന്തോ ആവാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊരു ലിസ്റ്റായിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മൾ പുതുതായിട്ട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേര് MS-50 എന്നാണ്. അതിൽ കീസായിട്ട് രജിസ്റ്റർ നമ്പേഴ്സ് ഉണ്ട്. ആ കീസിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേരും അവരുടെ വയസ്സും അവരുടെ മേജർ സബ്ജക്റ്റും ഏതാണെന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കീസ് യൂസ് ചെയ്തുകൊണ്ട് അതിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഇയാളുടെ ഡീറ്റെയിൽസ് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് രജിസ്റ്റർ നമ്പർ അടിച്ചപ്പോൾ തന്നെ അയാളുടെ സകല ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആളുടെ നോക്കാം. MS-15171 എന്നുള്ള രജിസ്റ്റർ നമ്പർ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ പ്രശ്നം വന്നത്? MS ഈസ് നോട്ട് ഡിഫൈൻഡ്. MS-15 ആണ്. ഓക്കെ, നമുക്ക് സകല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഡിക്ഷണറിയുടെ പേരെഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കീസ് ഉപയോഗിച്ച് വാല്യൂസ് കണ്ടെത്തണമെന്നില്ല. മറ്റൊരു വഴി കൂടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഡിക്ഷണറിയുടെ പേരെഴുതുക, എന്നിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് വേണ്ട ആളുടെ കീ എഴുതുക. ഇങ്ങനെ നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു എംപ്റ്റി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എഴുതുക ക്രിയേറ്റിംഗ് ആൻ എംപ്റ്റി ഡിക്ഷണറി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കെ എന്ന് പറഞ്ഞൊരു വാരിയബിളിലോട്ട് ഒരു കേളി ബ്രാക്കറ്റ്സ് ആഡ് ചെയ്തിട്ട് അതിൽ ഒന്നുമില്ലാതെ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ടൈപ്പ് നോക്കാം. ടൈപ്പ് ഓഫ് കെ ഉണ്ടോ, ഡിക്ഷണറിയാണ്. ഇതൊരു എംപ്റ്റി ഡിക്ഷണറിയാണ്. ഇങ്ങനെയാണ് നമ്മൾ എംപ്റ്റി ഡിക്ഷണറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഒരു എംപ്റ്റി ഡിക്ഷണറി ആയിട്ട് വന്നിട്ടുണ്ട്. ഡിക്ഷണറീസ് ആർ മ്യൂട്ടബിൾ എന്നാണ് അടുത്ത പോയിന്റ്. നമ്മൾ പറഞ്ഞു ഡിക്ഷണറീസിലെ കീസ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആയിരിക്കണം. വാല്യൂസ് മ്യൂട്ടബിളോ ഇമ്മ്യൂട്ടബിളോ എന്തോ ആവാം. ഇനി പറയാണ് ഡിക്ഷണറീസ് മ്യൂട്ടബിൾ ആണെന്ന്. അതായത് യു ക്യാൻ ആഡ്, അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് കീ വാല്യൂ പെയർസ് ഇൻ എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറിയിലെ കീ വാല്യൂ പെയർസിനെ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൊത്തമായിട്ട് എടുത്ത് ഒഴിവാക്കാനും പറ്റും. ഒരു എക്സാമ്പിൾ പറയാണ്, യു ക്യാൻ മോഡിഫൈ ദ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് കീ. ഒരു കീ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂവിനെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആഡ് ന്യൂ കീ വാല്യൂ പെയർസ്, പുതുതായിട്ട് കീ വാല്യൂ പെയർസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണ കീ വാല്യൂ പെയർസിനെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാനും പറ്റുന്നു. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ഡിക്ഷണറി ഉണ്ട്. ഞാനത് ജസ്റ്റ് ഇവിടേക്ക് കോൾ ചെയ്യാം. നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ ഡിക്ഷണറിയാണ് ഇത്. ഇനി ഈ ഡിക്ഷണറിയിലോട്ട് പുതുതായിട്ട് എങ്ങനെ ഒരു കീ വാല്യൂ പെയറിനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആഡിങ് എ ന്യൂ കീ വാല്യൂ പെയർ ടു ദി ഡിക്ഷണറി. ഓക്കെ, ഡിക്ഷണറി. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ഡിക്ഷണറിയുടെ പേര് എഴുതുക. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എനിക്ക് ഇനി വേണ്ട പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന കീ വാല്യൂ പെയറിൽ കീയുടെ പേര് എഴുതുക. അപ്പോൾ ഞാൻ എഴുതാണ് MS-15027. എന്നിട്ട് ഈക്വൽ ടു സിമ്പിൾ കൊടുത്തിട്ട് എനിക്ക് വേണ്ട വാല്യൂ, എന്ത് വാല്യൂ ആണോ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ഈ കീയിലോട്ട്, അത് എഴുതാം. രവി എസ് എന്ന് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡിക്ഷണറി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ല, ലാസ്റ്റത്തെ ഒരു കീ വാല്യൂ നമ്മുടെ ഡിക്ഷണറിയിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ഡിക്ഷണറി ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാണ്. ഈ ഒരു ഡിക്ഷണറിയിൽ 2 കീ വാല്യൂ പെയർസ് ആണുള്ളത്. ഒന്നിൽ ഒരു രജിസ്റ്റർ നമ്പറും രാജുണ്ട്, പിന്നെ മറ്റൊരു രജിസ്റ്റർ നമ്പറും അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പേര് രാധയുണ്ട്. അങ്ങനെ ഈ ഡിക്ഷണറിയിൽ നിന്ന് എനിക്ക് എൻ്റെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഡിക്ഷണറി ഉണ്ടല്ലോ, ആ ഡിക്ഷണറിയിലോട്ട് ഈ 2 കീ വാല്യൂ പെയർസിനെ എനിക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഹെഡിങ് എഴുതി വെക്കാം. ആഡിങ് കീ വാല്യൂ പെയർസ് ഫ്രം അനദർ ഡിക്ഷണറി. മറ്റൊരു ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ കീ വാല്യൂ പെയർസിനെ ആഡ് ചെയ്യാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ആരിലേക്കാണോ നമ്മുടെ കീ വാല്യൂ പെയർസിനെ ആഡ് ചെയ്യേണ്ടത് അവരുടെ പേര് ആദ്യം എഴുതുക. എനിക്ക് സ്റ്റുഡൻസിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ സ്റ്റുഡൻസിന് എഴുതി. എന്നിട്ട് എഴുതുക ഡോട്ട് അപ്ഡേറ്റ്. എന്നിട്ട് ആരിൽ നിന്നാണോ നമുക്ക് കീ വാല്യൂ പെയർസിനെ എടുക്കേണ്ടത് അവരുടെ പേര് എഴുതുക. എനിക്ക് എസ് എന്നാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ എസ് എന്ന് ടൈപ്പ് എഴുതു. എന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും കൂടി പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ്. സ്റ്റുഡൻസ് നോക്കൂ, നമ്മൾ ഓൾറെഡി രവി വരെയുള്ള ഡീറ്റെയിൽസാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് എസിൽ നിന്നുള്ള രാജുവിൻ്റെയും രാധയുടെയും ഡീറ്റെയിൽസ് കൂടി നമ്മുടെ ഇനീഷ്യൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ലിസ്റ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിക്ഷണറിയിൽ നിന്ന് മറ്റൊരു ഡിക്ഷണറിയിലേക്ക് വാല്യൂസ്, കീ വാല്യൂ പെയർസിനെ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കീയുടെ
കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂനെ നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ എഴുതി വെക്കാം, റീപ്ലേസ് ദ വാല്യൂ ഫോർ എ കീ. ഒരു കീൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യാൻ പറയുകയാണ് ഫോർ എ കീ. ഓക്കെ, എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ ഈ രവി എസ് എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് അഭയ് എന്നാക്കണം എന്ന് വിചാരിക്കുക. അതായത് ഈ രജിസ്റ്റർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. എനിക്കിത് മാറ്റി അഭയ് എന്നാക്കണം. അങ്ങനെ എനിക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ നമ്മുടെ ഡിക്ഷണറിയുടെ പേര് എഴുതുക, സ്റ്റുഡൻസ് എന്നാണ്. എന്നിട്ട് കീയുടെ പേര് എഴുതുക. കീ എന്താണ്, MS15027. എന്നിട്ട് അതിൽ നിന്ന് രവി എസ് എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് എന്താ വേണ്ടത്, അഭയ് PS ആണെന്ന് വിചാരിക്കുക. ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റുഡൻസ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, മാറിയിട്ടുണ്ടോയെന്ന്, റീപ്ലേസ് ആയിട്ടുണ്ടോ നോക്കാം. കണ്ടോ, മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഡിക്ഷണറിയിൽ നിന്ന്. ഇനി ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ശരിക്കും ഫസ്റ്റത്തെ ആൾ ഇയാളില്ല, ഇയാൾ വേറെ ഏതോ ബാച്ചിലുള്ള, ഞാൻ ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കീ വാല്യൂ പെയറിനെ എനിക്ക് റിമൂവ് ചെയ്യണം. അതിനെന്ത് ചെയ്യാൻ പറ്റുക, ഞാനിവിടെ എഴുതാം, റിമൂവിങ് കീ വാല്യൂ പെയർ. എങ്ങനെ ഒരു കീ വാല്യൂ പെയറിനെ റിമൂവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ടെല്ല്. ഡിക്ഷണറിയുടെ പേര് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കീയുടെ പേര് എഴുതുക. അപ്പോഴത്തെ കീ ഏതാണ്, ഫസ്റ്റ് ആളുടെ കീ എന്ന് പറയുന്നത് MS15162 എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റുഡൻസ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സ്റ്റുഡൻസ് ഇവിടെ കണ്ടോ, ഫസ്റ്റ് ആൾ പോയിട്ടുണ്ട്, അക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഡീറ്റെയിൽസ് പോയിട്ടുണ്ട്. ആ കീ വാല്യൂ പെയർ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കീ വാല്യൂ പെയർസിനെ റിമൂവ് ചെയ്യുക. ഇനി ഒരു സാറ് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ ക്ലാസ്സിലെ ഈ ബാച്ചിലെ കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ മാത്രം മതി എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ഡിക്ഷണറിയുടെ കീസ് മാത്രം മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ ഡിക്ഷണറിയുടെ പേര് എഴുതുക, എന്നിട്ട് ഡോട്ട് കീസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാ രജിസ്റ്റർ നമ്പറും വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഡിക്റ്റ് കീസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇത് നമുക്കൊരു ലിസ്റ്റാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ലിസ്റ്റ് കിട്ടി, അതിലെല്ലാവരുടെ രജിസ്റ്റർ നമ്പേഴ്സും ഉണ്ട്. ഇനി എനിക്ക് രജിസ്റ്റർ നമ്പർ അല്ല വേണ്ടത്, വാല്യൂസാണ് വേണ്ടത്. എനിക്ക് അവിടുത്തെ ആളുകളുടെ പേരുകളാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലിസ്റ്റ് ഡിക്ഷണറിയുടെ പേര് എഴുതുക, എന്നിട്ട് വാല്യൂസ് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഇടുക. കണ്ടോ, അവിടെയുള്ള എല്ലാവരുടെ പേരും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ഡിക്ഷണറിയിൽ നിന്ന് കീസും വാല്യൂസും ഒരു ലിസ്റ്റായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഡിക്ഷണറിയെ സോർട്ട് ചെയ്യാൻ നോക്കാം. സോർട്ടിങ് ഡിക്ഷണറി. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സോർട്ടഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഡിക്ഷണറിയുടെ പേര് എഴുതുക, സ്റ്റുഡൻസ്. കിട്ടിയ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കീസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, പക്ഷേ കീസ് സോർട്ടഡ് ആണ്. ഇവിടെ കണ്ടോ, 027 ആദ്യം വന്നത്, പിന്നെ 161, പിന്നെ 171, 171, 195, അങ്ങനെ കീ ആണ് ഇവിടെ സോർട്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഴുതി വെക്കാം, റിട്ടേൺസ് സോർട്ടഡ് കീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഡിക്ഷണറിയെക്കുറിച്ച് ഇപ്പം പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. പൊളിക്കണം.